നമസ്കാരം. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 10ാമത്തെ പാഠഭാഗം അമ്മയുടെ എഴുത്തുകളാണ് പഠിക്കുന്നത്. ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് വി മധുസൂദനൻ നായരാണ്. മലയാളിയുടെ പ്രിയപ്പെട്ട കവികളിൽ ഒരാളാണ് ശ്രീ മധുസൂദനൻ നായർ. വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന് പറഞ്ഞ അവസാന യൂണിറ്റിലെ പാഠഭാഗമാണ് അമ്മയുടെ എഴുത്തുകൾ. ഒരുപാട് ചിന്തിക്കേണ്ട വിഷയങ്ങൾ പകർന്നു തരുന്ന ഒരു പാഠഭാഗം, ഒരു കവിതയാണിത്. അപ്പൊ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ആശയമൊക്കെ വിശദമാക്കി തരുന്നതാണ്. പരീക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു പാഠഭാഗം കൂടിയാണ്. അപ്പോൾ ഓരോ വരികളും വളരെയധികം ശ്രദ്ധിച്ച്, അതുമാത്രമല്ല ആധുനിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും ചിന്തകളും എല്ലാം തന്നെ പങ്കുവയ്ക്കുന്ന ഈ ഒരു കവിത നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. എക്സാം പോയിന്റിന്റെ ഗൈഡിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാം പോയിന്റിന്റെ ഗൈഡ് ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. പാഠഭാഗത്തിന്റെ പേര് വീണ്ടും പറയുകയാണ്, അമ്മയുടെ എഴുത്തുകൾ. എഴുതിയിരിക്കുന്നത് വി മധുസൂദനൻ നായർ. മധുസൂദനൻ നായർ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന കവിത നാറാണതു ഭ്രാന്തനായിരിക്കാം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. ഇന്നത്തെ രീതിയിൽ കവികൾക്ക് അല്ലെങ്കിൽ കവിതകൾക്ക് കൂടുതൽ പ്രാധാന്യം, അതുപോലെ തന്നെ കവിതയിലെ താളത്തിന് ചൊല്ലിക്കേൾക്കുന്നതിനെല്ലാം തന്നെ ഒരു പ്രാധാന്യം നൽകാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മധുസൂദനൻ നായരാണ്. അദ്ദേഹത്തിന്റെ നാറാണതു ഭ്രാന്തനും ഭാരതീയവും എല്ലാം തന്നെ ഒരു തലമുറ ഏറ്റു ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. 1949 ഫെബ്രുവരി 25-നാണ് അദ്ദേഹം ജനിച്ചത്. ഒരു കവിയും അധ്യാപകനുമായിരുന്നു ശ്രീ വി മധുസൂദനൻ നായർ. തിരുവനന്തപുരം അരുവിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, ആ ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ആധുനികർക്ക് ശേഷം വ്യാപകമായിട്ടുള്ള പ്രശസ്തി നേടി ഇദ്ദേഹം കവിതയെ ജനപ്രിയമാക്കുന്നതിലും സവിശേഷമായ ആലാപന രീതി പ്രചാരത്തിൽ വരുത്തുന്നതിലും സുപ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ചിരുന്നു. 1992 പുറത്തിറങ്ങിയ നാറാണതു ഭ്രാന്തൻ വലിയ രീതിയിൽ തന്നെ ചലനം മലയാള കവിതയിൽ ഉണ്ടാക്കിയിരുന്നു. 1993 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നാറാണതു ഭ്രാന്തൻ എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിരുന്നു. 1991 ഭാരതീയം എന്ന് പറഞ്ഞ കവിതയ്ക്ക് കെ ബാലകൃഷ്ണൻ പുരസ്കാരവും 2016 പത്മപ്രഭ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. അച്ഛൻ പിറന്ന വീട് എന്ന് പറഞ്ഞ കവിതയ്ക്കായിരുന്നു ആ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇവിടെ മാതൃഭാഷയുടെ മഹത്വവും മാതൃത്വത്തിന്റെ പ്രാധാന്യവും എല്ലാം തന്നെ വ്യക്തമാക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് വി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ. ടെക്സ്റ്റ് ബുക്കൊക്കെ എടുക്കുക, നല്ല രീതിയിൽ റെഡി ആയിട്ടിരിക്കുക. കവിത നമുക്ക് ചൊല്ലി ആശയം പറയാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ തൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതം അമൃതായി തോന്നോ. സാഹിത്യമഞ്ജരിയിലെ വള്ളത്തോൾ നാരായണമേനോന്റെ വാക്കുകളാണ്. ഈ ഒരു കവിതയിൽ അദ്ദേഹം മാതൃഭാഷയുടെ പ്രാധാന്യത്തെ പറ്റി പറയുന്നു. നാം ചിന്തിക്കുന്നത് പോലും മാതൃഭാഷയിലാണ്, നിസ്സംശയം പറയാം. എല്ലാ രീതിയിലും പെറ്റമ്മ എന്ന് പറയുന്ന മാതൃഭാഷയാണ്. പക്ഷേ ആധുനിക മലയാള സമൂഹത്തിന് അല്ലെങ്കിൽ ആധുനിക കേരളീയർക്ക് മലയാള ഭാഷ സംസാരിക്കുന്നത്, സ്വന്തം പേര് പോലും അല്ലെങ്കിൽ സ്വന്തം ആശയങ്ങൾ പോലും മലയാളത്തിൽ സംസാരിക്കുന്നത് നാണക്കേടായി കാണുന്ന മാതാപിതാക്കളുടെയും അതുപോലെ മലയാളം പഠിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളുടെയും ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കവിത വളരെ പ്രസക്തമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഭാഷ, നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം. പക്ഷേ അതിൽ നിന്നെല്ലാം അകന്നു പോകുന്ന 2 തരത്തിലുള്ള തലമുറകളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. മലയാളം പറയുന്നത് അറപ്പോടുകൂടി കാണുന്ന, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ വയസ്സായിട്ടുള്ള മാതാപിതാക്കളെ ചികിത്സിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും അവരുടെ വാക്കുകൾ കേൾക്കുന്നതും എല്ലാം തന്നെ നാണക്കേടും പുച്ഛവുമായിട്ടൊക്കെ കാണുന്ന ഒരു തലമുറയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അമ്മ തൻ ചിന്മുദ്രയാണീ എഴുത്തുകൾ, തൻ മകനായി പകർന്ന പാൽമുത്തുകൾ. ഇന്നു നാം വീടിന് മോടി കൂട്ടുന്ന നേരം ഒന്നായി അടുക്കി ഒതുക്കി വയ്ക്കട്ടെ ഞാൻ. അകത്തും പുറത്തും കനിവ് നഷ്ടപ്പെടുന്ന ആധുനിക ജീവിതത്തിൽ അത് പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. ആധുനിക കാലത്ത് ജീവിതത്തിലും ഭാഷയിലും നടക്കുന്ന അധിനിവേശത്തിന്റെ വഴികൾ തുറന്നു കാണിക്കുകയാണ് അമ്മയുടെ എഴുത്തുകൾ എന്ന് പറഞ്ഞ ഈ ഒരു കവിതയിലൂടെ.
വീടിന് മോടി കൂട്ടുന്നതിനിടയിൽ അലമാരിയിൽ അടുക്കി വച്ചിരിക്കുന്ന അമ്മയുടെ എഴുത്തുകൾ കവിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് ഈ ഒരു കവിതയിൽ ആവിഷ്കരിക്കുന്നത്. അമ്മയുടെ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ എന്നാണ് കവി ആ എഴുത്തിനെ കുറിച്ച് പറയുന്നത്. അമ്മ പഠിച്ച കാര്യങ്ങൾ, അമ്മ പകർന്നു തരുന്ന പല അറിവുകൾ, അമ്മയുടെ സ്നേഹം എല്ലാം തന്നെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് കവി പറയുന്നു. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ജ്ഞാനമുദ്രയാണ്, അറിവിന്റെ മുദ്രയാണ്, ദൈവികമായിട്ടുള്ള അറിവുകളെ സൂചിപ്പിക്കുന്ന മുദ്രയാണത്. അമ്മയ്ക്ക് തലമുറകളിലൂടെ കൈമാറി കിട്ടിയതും അമ്മ ജീവിതാനുഭവത്തിലൂടെ നേടിയതുമായിട്ടുള്ള അറിവുകൾ എല്ലാം തന്നെ അവർ കത്തുകളിലൂടെ മകന് പകർന്നു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കവി ഈ കത്തുകൾക്കെല്ലാം തന്നെ ചിന്മുദ്രകൾ എന്ന് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ കത്തുകളെ തൻ മകനായി പകർന്ന പാൽമുത്തുകൾ എന്നും ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ വരിയിലേക്കൊന്ന് കടക്കാം. പട്ടണക്കോപ്പ് നിറയ്ക്കാ ചില്ല് പെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണ് എന്റെയും കാൽപ്പെട്ടിയിൽ വെച്ചു താഴിട്ടു പിന്നിലെ ചായ്പിലൊളിച്ച് അറിയില്ല കുട്ടികൾ. ആദ്യത്തെ 4 വരികളിലെ അമ്മയുടെ കത്തുകളുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതൊരു ജ്ഞാനമുദ്രയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അമ്മ കുഞ്ഞിന് നല്ല രീതിയിൽ മുലപ്പാൽ കൊടുക്കാറുണ്ട്. അത് അവന് ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ബുദ്ധിയും മനസ്സും വികസിച്ചുകൊണ്ട് സംസ്കാരം നേടുന്നതിനായി കത്തുകളിലൂടെ ഇവിടെ അറിവ് പകർന്നു കൊടുക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അമ്മ പകർന്നു കൊടുക്കുന്ന മുലപ്പാലിലൂടെ കുഞ്ഞിന് ശാരീരികമായിട്ടുള്ള ശക്തി പകരുന്നത് പോലെ അമ്മ മാതൃഭാഷയിലൂടെ പകർന്നു കൊടുക്കുന്ന അറിവുകളിലൂടെ കുഞ്ഞ് മാനസികമായിട്ടും ബുദ്ധിപരവുമായിട്ട് ശക്തി നേടുകയാണ്. ഇവിടെ പിന്നീടുള്ള വരികളിൽ പറയുന്നത് ഭാര്യയെ പറ്റിയിട്ടാണ്. ഈ ഒരു കവിയുടെ അല്ലെങ്കിൽ ഈ ഒരു നായിക കഥാപാത്രത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് ആധുനിക ജീവിതത്തിന്റെ പ്രതീകമാണ്. ആ ഒരു ആധുനിക ജീവിതത്തിന്റെ പ്രതീകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിനിധിയായിട്ടുള്ള ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തൻ്റെ പഴയ ജീവിതത്തിലെ സൂക്ഷിപ്പുകളെല്ലാം തന്നെ ചില്ലലമാരയിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചായ്പിലേക്ക് നീക്കം ചെയ്യാനായിട്ട് കവി നിർബന്ധിതനാവുകയാണ്. അതാണ് ഈ പറയുന്നത്, പട്ടണക്കോപ്പ് നിറയ്ക്കാലി ഈ ചില്ലുപെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണ് എന്റെയും കാൽപ്പെട്ടിയിൽ വച്ചു താഴിട്ടു പിന്നിലെ ചായ്പിലൊളിച്ചാൽ അറിയില്ല കുട്ടികൾ. വീട് മോടി കൂട്ടുന്നതിനിടയ്ക്ക് എല്ലാ പഴയ സാധനങ്ങളും എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട് ഭാര്യ പറയുകയാണ്. ആ ഒരു ഭാര്യയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അമ്മയുടെ കത്തുകളും പഴയ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കുട്ടികളെ ബാധിക്കും, കുട്ടികളെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇതൊന്നും കുട്ടികൾ കണ്ടു വളരേണ്ടതല്ല. അവര് ഒരു ആധുനിക ജീവിതത്തിന്റെ ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ നാടിനോടും സംസ്കാരത്തോടും അമ്മയുടെ എഴുത്തുകളോടും എല്ലാം തന്നെ അവൾക്ക് വല്ലാതൊരു പുച്ഛം തന്നെയായിരുന്നു. ആധുനിക ജീവിതത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഈ ഒരു ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ പഴയ സൂക്ഷിപ്പുകളെല്ലാം ചില്ലലമാരയിൽ നിന്ന് മാറ്റാനായിട്ട് കവി നിർബന്ധിതനാവുകയാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി വരുന്ന അമ്മയുടെ എഴുത്തുകളും അക്കൂട്ടത്തിൽ അയാൾക്ക് നീക്കം ചെയ്യേണ്ടി വരുന്നു. പട്ടണത്തിലെ കൗതുക വസ്തുക്കൾ കൊണ്ട് ആ അലമാര ഇന്ന് നിറഞ്ഞിരിക്കുകയാണ്. പഴയതെല്ലാം നീങ്ങിപ്പോയിരിക്കുന്നു. യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞൊരു കൾച്ചറാണെന്ന് മലയാളിക്കുള്ളത്. ഉപയോഗിക്കുക, അതിനുശേഷം വലിച്ചെറിയുക. പഴയത് എന്ന് കഴിഞ്ഞ് പഴയതെല്ലാം മോശമാണെന്നൊരു ചിന്തയാണ് ആധുനിക സമൂഹത്തിനുള്ളത്. ഇവിടെ അമ്മയ്ക്ക് പ്രായമായിരിക്കുന്നു, അമ്മയുടെ കത്തുകൾക്ക് പ്രായമായിരിക്കുന്നു. ഓരോ നാൾ കഴിയും തോറും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് പലപ്പോഴും നമ്മുടെ സംസ്കാരത്തെ ജീർണിപ്പിച്ചു കളയുകയാണ് എന്നുള്ളത് പരമമായിട്ടുള്ളൊരു സത്യമാണ്. തിളക്കമാർന്ന അവയ്ക്കിടയിൽ ആ അമ്മയുടെ കത്തുകൾക്ക് യാതൊരു സ്ഥാനമില്ല. നല്ല പുതുപുത്തൻ സാധനങ്ങളാണ് ആ ചില്ലലമാരയിൽ ഇപ്പോൾ വരുന്നത്. അപ്പോൾ പിന്നെ അമ്മയുടെ പഴയ കത്തുകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ഭാര്യയാകട്ടെ ആ കത്തുകളുടെ ഉള്ളടക്കവും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവ തങ്ങളുടെ കുട്ടികൾ കാണരുതെന്നും അവൾ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് പറയുന്നത്, താഴിട്ടു പിന്നിലെ ചായ്പിലൊളിച്ചാൽ അറിയില്ല കുട്ടികൾ. ചായ്പില് വീടിന്റെ പിന്നാമ്പുറത്ത് എവിടെയെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികൾ അറിയില്ല. കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾക്കത് ഒട്ടും ഭൂഷണമല്ല എന്നുള്ള ചിന്താഗതിക്കാരിയായിരുന്നു ഇവിടെ ഭാര്യ. ജീവിതത്തിലെ ചെറിയ അലോസരങ്ങൾ പോലും ഇഷ്ടപ്പെടാത്ത കവി ഭാര്യയുടെ ഇഷ്ടം തന്നെയാണ് തൻ്റെയും ഇഷ്ടമെന്ന് അംഗീകരിക്കുന്നു. അമ്മയുടെ എഴുത്തുകളെല്ലാം കാൽപ്പെട്ടിയിൽ അടച്ചുകൊണ്ട് വീടിന് പിന്നിലെ ചായ്പിൽ ഒളിപ്പിക്കാമെന്ന് കവി പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ കുട്ടികൾ അത് ഒരിക്കലും കാണാൻ പോകുന്നില്ല. തൻ്റെ കുട്ടികൾ പുതിയ സംസ്കാരവും പുതിയ ഭാഷയും ആർജിച്ച് ജീവിതത്തിന്റെ ഉയർന്ന തലങ്ങളിൽ വിഹരിക്കണമെന്നാണ് ഭാര്യ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ എഴുത്തുകളിലെ ഭാഷയും അത് പകർന്നു നൽകുന്ന സംസ്കാരവും തൻ്റെ കുട്ടികൾ മനസ്സിലാകരുതെന്നും തൻ്റെ കുട്ടികളിൽ തീണ്ടരുതെന്നും അവർ ആഗ്രഹിക്കുകയാണ്. അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടുമീ ചിത്രലേഖത്തിന്റെ താളുകൾ,
വാത്സല്യം, ഉത്കണ്ഠ, സാരോപദേശങ്ങൾ, വേദന, പ്രാർത്ഥന, നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, ഊട്ടുത്സവങ്ങൾ, വിതപ്പൊലിപ്പാടുകൾ, നാവേറുമന്ത്രം, നറുക്കില പൂവുകൾ, നീർവീഴ്ചയകറ്റാൻ മരുന്നുകുറിപ്പുകൾ, നാദമായി വന്നെൻ്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചതീ ഈ ഉള്ളെഴുത്തുകൾ. തൻ്റെ അമ്മയുടെ കത്തുകളുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. വളരെയധികം അത്ഭുതങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു. വലിയ അറിവ് തന്നെയാണ്, വലിയൊരു ജ്ഞാനത്തിൻ്റെ ഒരു നിറകുടം തന്നെയാണ് അമ്മയുടെ കത്തുകളെന്ന് കവി പറയുകയാണ്. തനിക്ക് ഈ കത്തുകൾ പകർന്നു നൽകിയിട്ടുള്ള അനുഭവങ്ങൾ കവി വികാര വായ്പോടുകൂടി ഓർക്കുകയാണ്. അവയിൽ ഓരോ കത്തിനും കവിയോട് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഏറെ കുതൂഹലത്തോടു കൂടിയാണ് അവയിൽ ഓരോന്നും അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്നത്. അവ വെറും കത്തുകളായിരുന്നില്ല, നോക്കിയാൽ മിണ്ടുന്ന ചിത്രലേഖങ്ങളായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അറിവുകൾ പകർന്നു നൽകിയിരുന്നു. പലപുരി വായിക്കയാൽ ഓരോ കത്തും കാണുമ്പോൾ തന്നെ അവയിൽ അമ്മ വരച്ചിട്ടിരിക്കുന്ന ആശയപ്രപഞ്ചം ചിത്രത്തിലേതെന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വരുമായിരുന്നു. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളും ഉപദേശങ്ങളും മകനെക്കുറിച്ചുള്ള ഉത്കണ്ഠയും കവി ആ കത്തുകളിലൂടെ അനുഭവിച്ചറിയുന്നു. അതുമാത്രമല്ല, സാരോപദേശങ്ങളും വേദനയും പ്രാർത്ഥനയും ആ കത്തുകൾ കവിക്ക് പകർന്നു നൽകി. നാട്ടിൽ നിന്ന് അകലെ കഴിയുന്ന ആ മകനെ പിറന്ന നാടും അതിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന പൊക്കിൾ കൊടിയായിട്ട് അമ്മയുടെ ഓരോ കത്തുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാട്ടുപുരാണങ്ങളും വീട്ടുവഴക്കുകളും ഊട്ടുത്സവങ്ങളും ആ കത്തുകളിലൂടെ കവി എപ്പോഴും അറിഞ്ഞുകൊണ്ടിരുന്നു. വിതപ്പൊലിപ്പാട്ടുകളും നാവേറു മന്ത്രങ്ങളും ആ കത്തുകൾ കവിയുടെ കാതുകളിൽ മന്ത്രിച്ചു. ഓരോ കത്തും ഓരോ നറുക്കിലകളായിരുന്നു. കത്തുകളിലെ ഉള്ളടക്കം പൂവ് പോലെ സുഗന്ധവും അതുപോലെ തന്നെ സൗരഭ്യം പുലർത്തുന്നതും മനോഹരവുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകളെല്ലാം തന്നെ പകർന്നിട്ടുള്ള ഒരു മരുന്ന് കുറിപ്പടിയായിട്ട് വരെ മാറിയിട്ടുള്ളതായിരുന്നു ആ കത്തുകൾ എന്ന് പറയുന്നത്. നാടിനെയും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ കവിയെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ചങ്ങല കണ്ണി കൂടിയായിരുന്നു ആ കത്തുകൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. ഓരോന്നിനോരോ മൊഴിച്ചന്തം അമ്മയാം, നേരിൻ്റെ ഈണവും താളവും ഇമ്പവും അമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകും ഓർമ്മതൻ ഭൂമിയോ. ഓരോന്നിനും ഓരോ മൊഴിച്ചന്ത നല്ല സൗന്ദര്യമുണ്ടായിരുന്നു. ഓരോ കത്തിന് പല പല കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ചന്തത്തെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ കവി വർണ്ണിക്കുന്നത്. മകനുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ രോഗങ്ങൾക്കുള്ള നാട്ടുചികിത്സയുടെ കുറിപ്പുകളായിട്ടും പലപ്പോഴും അമ്മയുടെ കത്തുകൾ മാറിയിട്ടുണ്ട്. അമ്മയുടെ വയറ്റിലായിരുന്ന സമയത്ത് തൻ്റെ ചെവികളിൽ മുഴങ്ങിയ ആദ്യ നാദവും ആ കത്തുകളിലെ നാദവും ഒന്നായിരുന്നുവെന്ന്, അല്ലെങ്കിൽ ആദ്യ മൊഴികളിലെ ഭാഷയും ആ കത്തുകളിലെ ഭാഷയും ഒന്ന് തന്നെയായിരുന്നുവെന്ന് കവി ഇവിടെ മനസ്സിലാക്കിയാണ്. അത് തന്നെയാണ് പറയുന്നത്, നാദമായി വന്നെൻ്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചത് ഈ ഉള്ള എഴുത്തുകൾ. ആ കത്തുകളിലെ നാദവും ചെറുപ്പത്തില് തൻ്റെ ചെവികളിലെ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ കേട്ട നാദവും ഒന്നാണെന്നും, അതുപോലെ തൻ്റെ മൊഴികളിലെ ആദ്യത്തെ ഭാഷയും ആ കത്തുകളിലെ ഭാഷയും ഒന്നാണെന്നും ഇവിടെ കവി തിരിച്ചറിയുകയാണ്. ഈ രസമാണ്, ജീവരസമാണ് അമ്മയുടെ എഴുത്തുകൾ. സമൂഹം 10,000 വർഷങ്ങളായി അരിച്ചും ആവർത്തിച്ചുമെടുത്ത അനുഭവജ്ഞാനങ്ങളെ കഥയായി, പാട്ടായി, ചൊല്ലായി, കലയായി, നിത്യശീലങ്ങളായി, രുചിയായി, ഭാവനകളായി അമ്മയുടെ കത്തുകൾ നമ്മളിലേക്ക് പകർന്നു തരുന്നു. സമൂഹം എന്ന മാതാപിതാക്കൾ എഴുതുന്നതാണത്. വളരെ പഴയതെന്നാൽ എന്നും പുതിയതെന്നർത്ഥം. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഓരോന്നിനോരോ മൊഴിച്ചന്തം അമ്മയാം, നേരിൻ്റെ ഈണവും താളവും ഇമ്പവും. ഓരോ കത്തുകൾക്കും അതിൻ്റെതായ ഒരു നന്മയുണ്ടായിരുന്നു, അതിൻ്റെതായ ഒരു താളമുണ്ടായിരുന്നു, ഈണമുണ്ടായിരുന്നു. അമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകും ഓർമ്മതൻ ഭൂമിയും. അമ്മയ്ക്ക് മാത്രം പകർന്നു നൽകാൻ കഴിയുന്ന അത്രയും ഒരു വെണ്മ അതിൽ കാണാനായിട്ട് കഴിയുമായിരുന്നു. താൻ ആദ്യം കേട്ടതും ആദ്യം മൊഴിഞ്ഞതും പൊക്കിൾക്കടിയിലൂടെ അമ്മ പകർന്നു തന്ന മാതൃഭാഷ തന്നെ ആയിരുന്നുവെന്ന് കവി ഓർമ്മിക്കുകയാണ്. ആ ഭാഷയുടെ മധുരോദാരമായിട്ടുള്ള ആവിഷ്കാരം തന്നെയാണ് അമ്മയുടെ എഴുത്തുകളും. ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നോതി നീ, എന്തു നവീനം കുലീനം പ്രിയേ നിന്റെ സുന്ദര ദൃഷ്ടി. നിന്നിഷ്ടമാണ് എൻ്റെയും അമ്മയുടേതോ എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ. നമ്മൾ വിദേശത്ത് നിർമ്മിച്ചൊരമ്മതൻ ബിംബമി ആദിത്യശാലയിൽ ശോഭനം. ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്ന് ഓതി നീ. അമ്മയുടെ ഓരോ എഴുത്തുകളും വ്യത്യസ്തമായിട്ടുള്ള മൊഴിച്ചന്തങ്ങൾ ഉണ്ടായിരുന്നു.
ഉള്ളടക്കത്തിന്റെ ആ ഒരു ഭാവത്തിനനുസരിച്ച് ഭാഷയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. വികാരാവിഷ്കരണത്തില് മാതൃഭാഷയ്ക്കുള്ള ഒരു സാധ്യതയെ പറ്റി, പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്ത് കാര്യവും നമ്മുടെ ഇമോഷൻസ് എല്ലാം മലയാളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ഫീലാണ്. അത് തന്നെയാണ് അമ്മയുടെ കവിതകളുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. നേരിൻ്റെ ഈണവും താളവും അതിലുണ്ടായിരുന്നു. ഒട്ടും കൃത്രിമത്വം ഇല്ലാത്ത ഒരു മാതൃഭാഷയുടെ മാധുര്യമാണ് കവി അനുഭവിച്ചറിഞ്ഞത്. എന്നാൽ വർത്തമാന കാലത്ത് കൃത്രിമം തിറഞ്ഞിട്ടുള്ള ഒരു ഭാഷ, ഔപചാരികമായിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മൾ കേൾക്കുന്നതും പറയുന്നതും എല്ലാം തന്നെ. തൻ്റെ ഓർമ്മയിൽ അമ്മകളെയും അതുപോലെ അമ്മയുടെ ഭാഷയെയും ആ ഭാഷ പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരത്തെയും ചുറ്റിപ്പറ്റിയുള്ളതാണെന്നാണ് കവി തിരിച്ചറിയുന്നത്. പിന്നീടുള്ള വരികളിലേക്ക് കടക്കുമ്പോൾ മാതൃഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സന്ദേശവാഹകരായിട്ടുള്ള ആ കത്തുകൾ കുട്ടികൾ കാണാനിടയായാൽ അവർ അശുദ്ധമാകുമെന്ന് കവിയുടെ ഭാര്യ ഭയക്കുകയാണ്. അതാണ് പറയുന്നത്, ഭദ്രമായി തന്നെ ഇരിക്കട്ടെ, കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നോതി നീ. ഈ കവിയുടെ ഭാര്യയുടെ കാര്യമാണ് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർ ആധുനികതയുടെ പ്രതിനിധിയാണ്. ഈ കുട്ടികൾ ഈ കത്തെല്ലാം വായിച്ചു കഴിഞ്ഞാൽ അവര് അശുദ്ധമായി തീരുമെന്ന് അവർ വിചാരിക്കുന്നു. പഴമയെ പാടെ തള്ളിക്കളയും പുതുമയെ കണ്ണടച്ച് ആശ്ലേഷിക്കുകയും ചെയ്യുന്ന നവീന ചിന്താഗതിക്കാരിയാണ് ഇവിടെ ഭാര്യ. മക്കൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പേര് ഇംഗ്ലണ്ടിലാക്കുന്ന അമ്മമാരുടെ ഒരു പ്രതിനിധി തന്നെയാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വാക്കുകളെല്ലാം തന്നെ ഈ സമയത്ത് നമുക്കൊന്ന് ഓർത്തു പോകാം. എന്തു നവീനം കുലീനം പ്രിയേ നിന്റെ സുന്ദര ദൃഷ്ടി. മാതൃഭാഷയും സംസ്കാരത്തെയും തള്ളിപ്പറയുന്ന അവളുടെ ചിന്താഗതി നവീനവും കുലീനവും ശ്രേഷ്ഠവുമാണെന്ന് ഇവിടെ കവിക്ക് അംഗീകരിക്കേണ്ടി വരികയാണ്. കാരണം അത് അംഗീകരിച്ചില്ലെങ്കിൽ തനിക്ക് സ്വസ്ഥത ഉണ്ടാകില്ല എന്ന് ആ വ്യക്തിക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. വിദേശികളോടും അവരുടെ ഭാഷയോടുമുള്ള മാനസിക അടിമത്തത്തിൽ നിന്നും മോചനം നേടാത്ത കേരളീയ സമൂഹത്തിന് നേരെയുള്ള പരിഹാസം നമുക്ക് ഈ വരികളിൽ കാണാൻ കഴിയും. എന്തു നവീനം കുലീനം പ്രിയേ നിന്റെ സുന്ദര ദൃഷ്ടി. നിന്നിഷ്ടമാണ് എൻ്റെയും അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ. എല്ലാ രീതിയിലും ആ കത്തുകള് അമ്മ തന്നെയായിട്ട് ഒതുങ്ങിയിരിക്കട്ടെ, അതിന് വേറൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല ഞാനെന്ന് ഭാര്യയോട് പറയേണ്ടി വരുന്നു. നമ്മൾ വിദേശത്ത് നിർമ്മിച്ച ഒരു അമ്മതൻ ബിംബമീ ആദിത്യശാലയിൽ ശോഭനം. നമ്മൾ വിദേശശാല സൃഷ്ടിച്ച ഒരു അമ്മയുടെ ഒരു ശില്പമുണ്ട്, ആ ഒരു ബിംബമുണ്ട്, അത് തന്നെയാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ നമ്മൾ മറന്നുകൊണ്ട് മറ്റുള്ള ഭാഷകൾക്ക് പിന്നാലെ, മറ്റുള്ള നാടിൻ്റെ സംസ്കാരത്തിലേക്ക് പിന്നാലെ പായുന്നതാണ് ഏറ്റവും മഹത്വമെന്ന് ഇവിടെ ഭർത്താവിനോട് ഭാര്യയോട് കവി പറയുകയാണ്. അതൊരിക്കലും അദ്ദേഹത്തിന് താല്പര്യമായിരുന്നില്ല. ഒരു പരിഹാസത്തിന്റെ ചുവ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. മാതൃഭാഷയെ, നമ്മുടെ സംസ്കാരത്തെ എല്ലാം തള്ളിപ്പറയുന്നവർക്കെതിരെയുള്ള ഒരു താക്കീതും പരിഹാസവും പുച്ഛവും എല്ലാം തന്നെ ഈ വരികളിൽ തെളിഞ്ഞു കാണാനായി കഴിയും. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ വി മധുസൂദനൻ നായർ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. ഒരിക്കലും അമ്മയും മകനും തമ്മിലുള്ള ബന്ധം നമുക്ക് മുറിച്ചു മാറ്റാൻ കഴിയില്ല. അതൊരു പൊക്കിൾക്കൊടി ബന്ധം തന്നെയാണ്. അതുപോലെ നമ്മുടെ മാതൃഭാഷയും നമ്മയും ഒരിക്കലും വേർപിരിക്കുക സാധ്യമായിട്ടുള്ള കാര്യമല്ല. ബാക്കിയൊരു ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പൊക്കിളിൻ വള്ളി അടർത്തി കളഞ്ഞു നീൻ പൊൽക്കരൾ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ. എങ്കിലും അമ്മയൊരു ഓർമ്മയായി ആദിമ സംഗീതമായി വന്നു മൂളുന്നു ഇടയ്ക്കിടെ. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മ അമ്മയായും മാതൃഭാഷയായും തന്നെ നിലനിൽക്കട്ടെ എന്നാണ് കവി പറയുന്നത്. പരിഷ്കാരിയായിട്ടുള്ള ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെയും പരിഷ്കാരത്തിന്റെ ഭാഷയെന്ന് കരുതുന്ന ഇംഗ്ലീഷിന് വേണ്ടി മാതൃഭാഷയും മനുഷ്യൻ ഉപേക്ഷിക്കാതിരിക്കട്ടെ എന്ന് കവി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ഈ എല്ലാ രീതിയിലും അമ്മയുമായിട്ടുള്ള ബന്ധം വലിച്ചെറിഞ്ഞുകൊണ്ട് നിന്റെ അടുത്തേക്കിലേക്ക് ഞാൻ വന്ന സമയത്തെല്ലാം തന്നെ ആ ഒരു പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് എന്നാലും വന്നു തുടങ്ങിയിരിക്കുന്നു. നീ കാരണം എനിക്ക് നാടിൻ്റെ പല സംസ്കാരവും എൻ്റെ അമ്മയെല്ലാം തന്നെ മറക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓർമ്മകൾ, എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ, എൻ്റെ നാടിൻ്റെ ഓർമ്മകൾ, എൻ്റെ സംസ്കാരം, ഇതെല്ലാം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പയ്യെ പയ്യെ സംഗീതമായിട്ട് വന്ന് മൂളുന്നുവെന്നാണ് കവി പറയുന്നത്. അമ്മയൊരു ഓർമ്മ ഈ പുത്തൻ പ്രകാശങ്ങൾ ജന്മമാളും വനപ്രാചീന നിലയിൽ മങ്ങി അമർന്നതോർമ്മ. വല്ലപ്പോഴും നമ്മൾ ഓർത്താലും ഇല്ലെങ്കിലും കാവലായി പിൻപേ പറക്കും കുളിർമ. രക്തത്തിലെ ചൂടായി നിൽക്കുന്നത് നന്മയും താളവും അമ്മയുടേതാം എഴുത്തുകൾക്കൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും. മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കത്തുകൾ അല്ലെങ്കിൽ അമ്മയുടെ ഈ ഒരു ഓർമ്മകൾ, ഇതെല്ലാം തന്നെ പഴയ ഓർമ്മകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു.
പ്രാചീനമായിട്ട് നമ്മൾ എല്ലാ രീതിയിലും നമ്മുടെ സംസ്കാരത്തെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ആ സംസ്കാരത്തെ എല്ലാം തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്നത്തെ സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. എല്ലാ രീതിയിലും ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ പുതിയൊരു ആധുനിക സമൂഹത്തിൻ്റെ ഒരു വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ അനുകരിച്ചു കൊണ്ടുള്ള ഒരു നെട്ടോട്ടത്തിനിടയിൽ തന്നെ നമ്മുടെ നാടിനെ, നമ്മുടെ സംസ്കാരത്തെ ആരും ഉപേക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് കവി പറയുന്നത്. ഇപ്പോഴും രക്തത്തിലെ ചൂടായിട്ട് നിൽക്കുന്ന അമ്മയുടെ നന്മയും അതുപോലെ തന്നെ താളവും എല്ലാം തന്നെ എന്ന് കവി പറയുകയാണ്. അതുപോലെ തന്നെ അമ്മയുടെ എഴുത്തുകളൊക്കെ തന്നെ അമ്മയുടെ എഴുത്തായിട്ട് അമ്മയായി തന്നെ ഇരിക്കട്ടെ എന്നാണ് കവി ആശംസിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു പ്രാധാന്യം അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. തൻ്റെ ഗതികേട് കൊണ്ടാണ് ഭാര്യ പറയുന്നത് കേട്ടുകൊണ്ട് അയാൾക്ക് ജീവിക്കേണ്ടി വരുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അമ്മയെ മറക്കാനോ അമ്മയുടെ കത്തുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അമ്മയുടെ കത്തുകളുടെ ആ ഒരു മൂല്യത്തിനെ മറക്കാനോ ഒന്നും തന്നെ ഇവിടെ എഴുത്തുകാരൻ തയ്യാറാകുന്നില്ല. ഏത് നാട്ടിലും ഏത് സംസ്കാരത്തിലും ഭാര്യയെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നാടിനെ പറ്റിയും നാടിൻ്റെ സംസ്കാരത്തെ പറ്റിയും എല്ലാം തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. ആര് വായിക്കുമീ ആ എഴുത്തുകൾ, ആരുടെ നാവിൽ ഉയിർക്കുമീ ചൊല്ലുകൾ, നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ. ഈ കത്തുകളെല്ലാം തന്നെ മാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ കത്തുകൾ ഇനി ആരാണ് വായിക്കുക? ആരുടെ നാവിലാണ് ഈ ഒരു ചൊല്ലുകൾ ഉയർത്തെഴുന്നേൽക്കുക? ഇനി വരുന്ന തലമുറ ഒരുപക്ഷെ തങ്ങൾ ആരുടെ കുട്ടികളെന്ന് സംശയിച്ചേക്കാം. ആരാണ് തങ്ങളെ നൊന്തു പെറ്റതെന്ന് അവർ അത്ഭുതപ്പെട്ടേക്കാം. സംസ്കാരത്തിന്റെ കണ്ണികൾ അറ്റുപോകുന്ന പുതുതലമുറയ്ക്ക് സംഭവിച്ചേക്കാവുന്ന ദുരവസ്ഥ ഇവിടെ കവി മുൻകൂട്ടി കാണുകയാണ്. പഴയ ഒരു കാലഘട്ടം നമുക്ക് ഒരുപാട് നമ്മുടെ അറിവുകളുണ്ട്. അതിങ്ങനെ കാലാകാലങ്ങളിൽ അറിവുള്ള വൃദ്ധരായിട്ടുള്ളവർ ഇങ്ങനെ പറഞ്ഞു നൽകുന്ന അറിവുകളാണ്. അതെല്ലാം തന്നെ നമുക്കിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പഴയതൊന്നും തന്നെ കേൾക്കാനും അറിയാനും പഠിക്കാനും ഒന്നും തന്നെ പുതുതലമുറയ്ക്ക് താല്പര്യമില്ല. സംസ്കാരത്തിന്റെ കണ്ണികൾ അറ്റുപോകുന്ന പുതുതലമുറയ്ക്ക് സംഭവിക്കാവുന്ന ദുരവസ്ഥയോർത്ത് ഇവിടെ കവിക്ക് വല്ലാതെ വേദനയുണ്ട്. അതാണ് പറയുന്നത്, നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ, ആരാണ് നമ്മുടെ പിൻതലമുറ എന്ന് കുട്ടികൾക്ക് ഒരുപക്ഷെ അറിയാത്തൊരു പക്ഷം വരും. ആരുടെ നോവുകൾ, തായ്മൊഴി ഈണം എങ്ങനെ, നാവെടുത്തത് ഓതുന്നതെങ്ങനെ, ഓർക്കുന്നതെങ്ങനെ, തായ് മനസ്സിന്റെ തുടിപ്പുകൾ എങ്ങനെ. നമ്മുടെ നാടിനെ പറ്റി, ഒരു അമ്മയുടെ സ്നേഹത്തെ പറ്റി, വാത്സല്യത്തെ പറ്റി ഒന്നും തന്നെ ഒരുപക്ഷെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ പുതിയൊരു തലമുറയ്ക്ക് തിരിച്ചറിയാനായിട്ട് കഴിയില്ല. തായ്മൊഴിയുടെ ഈണം എങ്ങനെയാണ്, അതായത് വലിയ ഈ താരാട്ടുപാട്ടുകൾ, അതിൻ്റെ ഈണം, അമ്മയുടെ നോവ്, അമ്മയുടെ സ്നേഹം, അമ്മയുടെ മുലപ്പാലിൻ്റെ മാധുര്യം, തായ്മൊഴി നാവെടുത്ത് ഓതുന്നത് എങ്ങനെ, തായ്മൊഴിയിൽ ചിന്തിക്കുന്നത് എങ്ങനെ, തായ് മനസ്സിൻ്റെ തുടിപ്പുകൾ എങ്ങനെയാണ്. ഇതെല്ലാം തന്നെ ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മനസ്സിലാകില്ല. അതായത് മാതൃഭാഷയുടെ പ്രാധാന്യം, മാതൃഭാഷയിൽ സംസാരിക്കുന്നത് എങ്ങനെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ, മാതൃഭാഷയിൽ ചിന്തിക്കുന്നത് എങ്ങനെ, മാതൃഭാഷയുടെ തുടിപ്പുകൾ എങ്ങനെ, നമ്മുടെ സംസ്കാരം എങ്ങനെ, ഇതൊന്നും തന്നെ ഒരുപക്ഷെ നാളത്തെ സമൂഹത്തിന് തിരിച്ചറിയാനായിട്ട് കഴിയില്ലല്ലോ എന്നുള്ളൊരു പേടി കൂടി ഇവിടെ വി മധുസൂദനൻ നായർ പങ്കുവയ്ക്കുന്നുണ്ട്. തായ് ചൊല്ലിലൂറിയ താളങ്ങൾ എങ്ങനെ, താരാട്ടിലോലുന്ന മാധുര്യം എങ്ങനെ, താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ, ആരു തേടും നാളെ നമ്മുടെ കുട്ടികൾ കോർക്കുവാൻ അമ്മയെ വേണ്ടായിരിക്കുമോ. താരാട്ടിലോലുന്ന മാധുര്യം എങ്ങനെയാണ്, താൻ തന്നെ വന്നു പിറന്നത് എങ്ങനെയാണ്, ഇങ്ങനെ 100 ചോദ്യങ്ങൾ പുതുതലമുറയുടെ ഉള്ളിൽ ഉദിച്ചേക്കാം. കാരണം വേറൊറ്റ ഒരു തലമുറയെയാണ് നാം വളർത്തിക്കൊണ്ടുവരുന്നത്. അമ്മയെയും അമ്മ മലയാളത്തെയും കേരളീയ തനിമയെയും അകറ്റി നിർത്തി പുത്തൻ പരിഷ്കാരത്തിന്റെ ലോകത്തേക്ക് അവരെ അയക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്നത്തെ ഓരോ മലയാളി മാതാപിതാക്കളും. കവിയുടെ തലമുറയിലുള്ളവരുടെ ഓർമ്മയിലെങ്കിലും ഇതുപോലെ തന്നെ തായും തായ്മൊഴിയും തങ്ങി നിൽക്കുന്നുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് ഓർമ്മിക്കുവാൻ പോലും ഒരു മാതാവോ ഒരു മാതൃഭാഷയോ വേണ്ടി വരികയില്ലെന്ന് കവി വ്യാകുലപ്പെടുകയാണ്. അത്രത്തോളം നമ്മൾ സംസ്കാരത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു. പുതിയൊരു നാടിൻ്റെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ എല്ലാം ഒരു അതീശത്വത്തിൽ പെട്ട് നമ്മളാകെ തളർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ അല്ലെങ്കിൽ വിദേശീയരെ അനുകരിക്കുന്നതാണ് ഏറ്റവും വലുത്. നമ്മുടെ നാടിനെ മറക്കുന്നത്, മലയാളം ഒഴിവാക്കുന്നത്, സംസ്കാരത്തെ തിരിച്ചറിയാതിരിക്കുന്നത്, ഇതെല്ലാം വലിയ കഴിവായിട്ട് ഇന്ന് ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയുടെ അവസ്ഥ എന്തായിരിക്കുമോ എന്ന് ഒരു പേടി കൂടി ഇവിടെ കവി ഉന്നയിക്കുന്നുണ്ട്. നിരവധി സംസ്കാരങ്ങളും അവയെ പ്രതിനിധാനം ചെയ്യുന്ന ഭാഷകളും ഇന്ന് ലോകത്തു നിന്നും ദിനം പ്രതി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നായി നമ്മുടെ മലയാളത്വവും മാറുമോ എന്നുള്ള ആശങ്ക കൂടി കവിയുടെ ഈ ഒരു കവിതയുടെ അവസാന ഭാഗത്ത് കവി പറയുന്നു.
മാതൃഭാഷയെ അറിയാനും ആസ്വദിക്കാനും സ്നേഹിക്കാനും വരും തലമുറയ്ക്ക് കൈമാറുവാനും ആരുമില്ലാതാവുന്ന ആ ഒരു അവസ്ഥ കവിയെ വിഹുലതയിൽ ആഴ്ത്തുന്നുണ്ട്. ഇനിയും ഒരുപാട് തലമുറകൾ വരാനുണ്ട്. ഇനി എത്ര നാൾ നമ്മുടെ നാട് ഇതുപോലെ മുന്നോട്ട് പോകുക? ഇനി ഒരു പുതിയ അറിവ് പകർന്നു തരാൻ, നാവേറ് പകർന്നു തരാൻ, മരുന്നുകളെ പറ്റി പറഞ്ഞു തരാൻ, സംസ്കാരത്തെ പറ്റിയും കലകളെ പറ്റിയും എല്ലാം തന്നെ പകർന്നു തരാൻ ഇനിയൊരു അമ്മമാരുണ്ടാകുമോ? അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭാഷ മനസ്സിലാക്കാനും ഭാഷയുടെ അടിസ്ഥാനം തിരിച്ചറിയാനും നമ്മുടെ സംസ്കാരത്തിൻ്റെ ആണിക്കല്ല് മനസ്സിലാക്കാനും എത്ര പേർക്ക് അല്ലെങ്കിൽ എത്ര പേർക്ക് കഴിയും? അതുപോലെ എത്ര പേർക്ക് അതെല്ലാം പകർന്നു കൊടുക്കാനുള്ള ആർജവം ഉണ്ടാകും എന്നെല്ലാം തന്നെ കവി ഇവിടെ പേടിയോടുകൂടി ഓർക്കുകയാണ്. മലയാളവും മലയാള തനിമയും അതുപോലെ തന്നെ മലയാളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദാരുണമായിട്ടുള്ള അവസ്ഥയും നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നാട്ടിൽ നിന്നെല്ലാം അകന്നുകൊണ്ടിരിക്കുന്ന പുതുതലമുറയുടെ എല്ലാം ഈ ഒരു ഭാവമാറ്റം കവിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അത്തരത്തില് ഒരുപാട് ചിന്തകൾ ഉണർത്തുന്ന മാതൃഭാഷയുടെ പ്രാധാന്യത്തെപ്പറ്റിയും മാതൃത്വത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും സംസ്കാരത്തെ പറ്റിയും എല്ലാം തന്നെ വിളിച്ചോതുന്ന നല്ലൊരു കവിത തന്നെയാണ് അമ്മയുടെ എഴുത്തുകൾ. പാഠഭാഗം ഭംഗിയായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ ഒരു പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ വരുന്നതൊന്ന് നോക്കാം. പാരമ്പര്യത്തിൽ അഭിമാനിക്കുമ്പോഴും പരിഷ്കാരത്തിനൊപ്പം നീങ്ങാൻ കവി നിർബന്ധിതനാകുന്നു. അപ്പോഴും അമ്മ കെടാവിളക്കായി കവിയുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ? ഇതിൽ പറയുന്നുണ്ട് പ്രധാനമായിട്ട് പലപ്പോഴും ഭാര്യയ്ക്ക് ഒരു ആധുനിക സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയാണ് ഭാര്യ പറയുന്നത് പലപ്പോഴും കേൾക്കാനായിട്ട് അദ്ദേഹം നിർബന്ധിതനാകുന്നുണ്ട്. കാരണം വലിയ ഒച്ചപ്പാടിലേക്കും പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ല. വല്ലപ്പോഴും ഓർത്താലും ഒരിക്കലും ഓർത്തില്ലെങ്കിലും കവി എപ്പോഴും താങ്ങായി തണലായി കാവലായി പകർന്നെത്തുന്ന ഒരു കുളിർമ തന്നെയാണ് അമ്മ. ഓരോ മനുഷ്യനിലും ചോരയുടെ ചൂടായിട്ട് അമ്മ നിറഞ്ഞു നിൽക്കുന്നു. അതാണ് ഈ പൊക്കിൾ കൊടി ബന്ധം എന്ന് പറയുന്നത്. എത്രയൊക്കെ മുറിച്ചു കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മുറിഞ്ഞു പോകില്ല. കാരണം അത് നമ്മുടെ ഹൃദയത്തിൽ ചേക്കേറിയിരിക്കുന്ന ഒന്നാണ്. ജീവിതത്തിന്റെ നന്മയും താളവും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും നമുക്ക് ഈ ഒരു കവിതയിൽ കാണാനായി കഴിയും. അമ്മയുടെ ചൂട് നഷ്ടപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെടും. അതുപോലെ അമ്മയുടെ ഓർമ്മയില്ലാതായാൽ നമ്മുടെ അസ്തിത്വം തന്നെയാണ് നഷ്ടപ്പെടുന്നതെന്ന് കവി കൃത്യമായിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയിൽ അമ്മയും അമ്മയുടെ എഴുത്തുകളും എന്തിൻ്റെ പ്രതീകമാണ്? ഓൾറെഡി നമ്മളത് പറഞ്ഞു പോയതാണ്. നല്ല രീതിയിൽ തന്നെ അത് കൃത്യമായിട്ട് വിശകലനം ചെയ്യണം. നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം ഓരോന്നും എഴുതാൻ. അദ്ദേഹത്തിന്റെ ഗാന്ധി എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള മലയാളിയുടെ പ്രിയ കവിയായിട്ടുള്ള വി മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് അമ്മയുടെ എഴുത്തുകൾ. അങ്ങനെ എഴുതിയതിനു ശേഷം അതിന്റെ ആശയം കൃത്യമായിട്ട് എഴുതുക. അമ്മയും അമ്മയുടെ എഴുത്തുകളും നമ്മുടെ മാതൃഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകമായി തീർന്നിരിക്കുന്നു. ഉപേക്ഷിക്കപ്പെടുന്നത്, ഒളിച്ചു വയ്ക്കപ്പെടുന്നത്, ഒതുക്കപ്പെടുന്നത് അമ്മയും അമ്മയുടെ ഭാഷയും സംസ്കാരവുമാണ്. പകരം വൈദേശിക ഭാഷയും സംസ്കാരവും കുടിയിരുത്തപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് മാതൃഭാഷയുടെ സ്ഥാനത്ത് വിദേശ ഭാഷകൾ, ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകളാണ് കുടിയേറി പാർക്കുന്നത്. വേരുകൾ നഷ്ടപ്പെടുന്ന പുതിയ തലമുറയെക്കുറിച്ചുള്ള ഒരു വേദനയും വിഷാദവും കവിയുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. എഴുത്തുകളുടെ ശക്തിയും സൗന്ദര്യവും കവിതയിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും. അമ്മയുടെ ആ കത്തുകളുടെ പ്രത്യേകത, സവിശേഷത, അതിൻ്റെ ശക്തി, മാതൃഭാഷയുടെ ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ പുതിയ തലമുറയുടെ മാറ്റം, നമ്മൾ വേരറ്റു പോകുമോ എന്നുള്ള പേടി എല്ലാം തന്നെ ഇവിടെ ഈ ഒരു കവിതയിൽ കൃത്യമായിട്ട് തന്നെ വി മധുസൂദനൻ നായർ ചിത്രീകരിക്കുന്നുണ്ട്. ഒരു പേടിയും അദ്ദേഹത്തിന് വല്ലാതൊരു വിഹ്വലതയും ഉണ്ട്. നമ്മുടെ നാട് എന്നും ഇതുപോലെ തന്നെ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു പുതുതലമുറയാണ് കാണാനായിട്ട് കഴിയുന്നത്. മാതൃഭാഷ പഠിക്കാൻ പോലും താല്പര്യമില്ല. എൻ്റെ കുട്ടിക്ക് മാതൃഭാഷ ഒട്ടും വശമില്ല, പരീക്ഷയ്ക്ക് മാതൃഭാഷയിൽ മാർക്ക് കുറവാണെന്ന് പറയാൻ തന്നെ വലിയ അഭിമാനത്തോടെ സ്റ്റാറ്റസോടു കൂടി പറയുന്ന പുതിയ ആധുനിക അമ്മമാരെ, രക്ഷിതാക്കളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ വേര് തന്നെയാണ് അറുത്ത് കളയുന്നത് എന്നുള്ളത് ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മാതൃഭാഷയെ പറ്റിയും നമ്മുടെ നാടിനെ പറ്റി ഏത് ദേശത്താണെങ്കിലും, ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ
നമ്മുടെ എന്താണ് മണ്ണിൻ മമതയും ഇത്തിരി കൊന്നപ്പോകുമെന്ന് ഇടശ്ശേരി പാടിയിട്ടുണ്ട്. അതേ രീതിയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ഒരു ഗ്രാമത്തിന്റെ വെളിച്ചവും നന്മയും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞിട്ടായിരിക്കണം. അത് തന്നെയാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് തിരിച്ചറിയണം. ഏത് നാട്ടിലാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഏത് ഭാഷ സംസാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാട്, നമ്മുടെ സംസ്കാരം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ആ ഒരു വളർന്ന സാഹചര്യം ഇതൊന്നും തന്നെ മറക്കാതെ എന്നും ശക്തമായിട്ട് തന്നെ നമ്മുടെ സംസ്കാരത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാനും നമ്മുടെ അസ്തിത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കാനും എല്ലാവർക്കും കഴിയണമെന്നുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് ഈ ഒരു പാഠഭാഗം നിർത്തുകയാണ്. പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എക്സാം പോയിന്റിന്റെ ഗൈഡ് നോക്കാവുന്നതാണ്. അതിനകത്ത് കൃത്യമായിട്ട് തന്നെ ആശയങ്ങൾ, ഓരോ വരികളുടെ ആശയവും അർത്ഥവും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളെല്ലാം തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.